എന്റെ അമ്മ ഒരു ക്യാബിനെ നടത്തുകയായിരുന്നു. ഹോട്ടലിൽ ഒരു ചെറിയ ക്യാബിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. രാത്രിയിൽ എന്നെ തനിച്ചാക്കിയിട്ട് അമ്മ പോകും. ഹാളിൽ നിന്ന് പുലരുവോളം അവരുടെ ചിലങ്കയുടെ ശബ്ദം കേൾക്കുമായിരുന്നു. ഉണർന്നിരിക്കുന്ന ആ ഏകാന്തതയിൽ അമ്മ വാങ്ങിച്ചെന്ന ഒരു ഗിറ്റാറായിരുന്നു എന്റെ ഏക ആശ്വാസം. എന്റെ വേദന മറക്കാൻ ഞാനതിൽ മീട്ടി. ആ ശബ്ദം എന്റെ ദുഃഖം ഏറ്റുവാങ്ങിയതുപോലെ. ഞാൻ വളർന്നത് അങ്ങനെയാണ്, ഒരു ഗായകനായിരുന്നു. ജോസിന്റെ പാട്ടുകളിലൊന്നും തന്നെ ഈ ദുഃഖമില്ലല്ലോ. ഇന്നെനിക്ക് പണമുണ്ട്, പ്രശസ്തിയുണ്ട്, സ്നേഹിക്കാൻ സുന്ദരിയായ പെൺകുട്ടി. റോസിൽ കണ്ടുമുട്ടുന്നവരെ സ്നേഹത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ജോസിന്റെ ഈ സ്നേഹം എന്നും എനിക്ക് വേണം. പ്രോമിസ്? പ്രോമിസ്. Hey Nat, you must come sharp 6:30, okay? I'll try. നിനക്ക് എന്റെ മോളെ ഇഷ്ടമാണോടാ? ഡാഡി, നിന്നോടാണ് ചോദിച്ചത്. കയറൂ. കയറാൻ. ഇതാണ് എന്റെ അമ്മ. മനസ്സിലായി. ആരാണ് ഈ ചെക്കന്റെ തന്ത? നിങ്ങൾ ഒഴിച്ച് ഏത് പുരുഷനുമാകാം. ആടി. മീനെല്ലാം ഇങ്ങനെ ബോട്ടുകാരെ അരിച്ചെടുത്താൽ പിന്നെ നമ്മൾ വെള്ളം ഇറക്കിയിട്ട് എന്താ കാര്യം? ഇന്നലെ വള്ളത്തിൽ പോയ പുത്തന്തറക്കാരുടെ 3 വലകളാണ് ബോട്ടിന്റെ പ്രൊപ്പറൽ ചുറ്റി കീറി നശിച്ചു പോയത്. വലയല്ലേ പോയുള്ളൂ, നാളെ വള്ളവും അതിലിപ്പോ നമ്മളെ അവന്മാരെ നശിപ്പിക്കും. പിന്നെ എന്ത് ചെയ്യണമെന്നാ? എതിർക്കണം. ബോട്ടുകാർ പുറംകടലിൽ പോട്ടെ, ഈ കടലോരത്ത് വലയിടാൻ അവരെ അനുവദിക്കരുത്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ അവർക്കത് കഴിയില്ല.
കടലിൽ പോയി തല്ലും വാങ്ങിച്ച് വന്നിരിക്കുന്നു. നിന്നെയൊക്കെ എന്തിനു കൊള്ളാമടാ? വള്ളക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു മുതലാളി. എങ്കിൽ നമുക്ക് വലിയ ആക്കാം, വിളിച്ചു കൂട്ടവരെ. വള്ളക്കാരെ ഇങ്ങനെ വിട്ടാൽ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ല. ഒന്നിനെയും ബാക്കി വെക്കരുത്. പോ. ആരും ചത്തില്ലല്ലോ. ഒരു കാര്യം ചെയ്യേ, നമ്മുടെ ആൾക്കാരെ ആശുപത്രിയിലേക്കാക്ക്. ആ കാര്യം ഞാൻ ഏറ്റെന്ന്. എന്താ? നമ്മുടെ ബോട്ട് ജോലിക്കാരും വള്ളക്കാരും തമ്മിൽ കടപ്പുറത്ത് വെച്ചൊരു വഴക്ക്. കാര്യം? വള്ളക്കാർ വലയിടുന്നിടത്ത് നമ്മുടെ ബോട്ട് ചെല്ലാൻ പാടില്ലെന്ന്. പാടില്ല. ബോട്ടുകാർക്ക് പുറംകടലിൽ പോകാമല്ലോ. വള്ളക്കാർ വലയിടുന്നിടത്ത് എന്തിനു പോകണം? അതിനവര് കടലിൽ വെച്ച് നമ്മുടെ ജോലിക്കാരെ തല്ലി. അതിനിപ്പോ പകരം തെളിച്ചതാണ്. പിന്നെന്താ, വെറുതെ വിടണോ? അതിർത്തിരിക്കാനും ഭാവം വെക്കാനും കടൽ അവരുടെ അപ്പന്മാരുടെ വകയാ. അതേടാ, രാവും പകലും നോക്കാതെ, വെയിലും മഴയും വകവയ്ക്കാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കടലിൽ പോകുന്നുണ്ട് വകയാടാ കടൽ. അത് നിനക്ക് നിന്റെ അപ്പനും മനസ്സിലാവില്ല. ചേട്ടാ, അടപ്പുറത്ത് ബഹളം. വള്ളക്കാരെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ വലിയ ബഹളമാണ്. ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട. അവരെ ഞാൻ സമാധാനപ്പെടുത്തിക്കോളാം. തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണ്. കുറ്റം ഞാൻ സമ്മതിക്കുന്നു. എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം. നിങ്ങളെല്ലാം കൂടി ഓഫീസിലേക്ക് വരും. നീ ആൻഡ്രൂസിന്റെ മോനല്ലേ? നീയും പോയോ തല്ലിന്? വാങ്ങിച്ചോ. നിന്റെ പേരെന്താടാ? വീട്ട് പഴമ്പള്ളിയില്. പഴമ്പള്ളിയിലെ ഔഷപ്പിന്റെ പഴന. വാങ്ങിച്ചോ. നിന്റെ പേരെന്താ? നീ ആരുടെ മോനാ? എനിക്ക് തന്തയില്ല. എന്തിനാ ഓരോരുത്തരുടെ ഊരും പേരും ചോദിക്കുന്നു? ഇതാ പൈസ, ഇതാ പൈസ എന്ന്. ഈ പണം കൊണ്ട് മുമ്പ് തണ്ടും പങ്കായവും പിടിച്ച നിങ്ങളുടെ കൈവെള്ളയിലെ തലമ്പുകൾ മറയ്ക്കാൻ കഴിയില്ല. ഇതുകൊണ്ട് നിങ്ങൾ എന്നിൽ ഏൽപ്പിച്ച മുറിവുകളും കഴിയില്ല. താരകനെ ഞാൻ അന്വേഷിക്കാത്ത ഒരു സ്ഥലം ബാക്കിയില്ല. ഒടുവിൽ അറിഞ്ഞ താനീ വർക്ക് സ്പോട്ടിലുണ്ടെന്ന്. ഒരാളെ വിട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഓ, അത് സാരയില്ല. കടലിൽ കല്ലിടുന്നത് തന്റെ കുത്തകയാണല്ലോ. അല്ലെങ്കിലും ആരെങ്കിലും തന്നെ പേടിച്ച് രംഗത്ത് വരുമോ? വർക്കി, എന്റെ തൊഴിലിൽ മത്സരിക്കാൻ ഞാൻ ഒരുത്തരെ സമ്മതിക്കില്ല. അപ്പോഴേ തരകൻ, ഞാൻ ഇന്നലെ ഫോണിൽ പറഞ്ഞ കാര്യം. കരിമലക്കൂപ്പിന്റെ കാര്യമല്ലേ? അത് ഞാൻ ഏറ്റിരിക്കും. നാളെയാണ് ലേലം. തരകനൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. ഞാൻ വാക്ക് കൊടുത്തുപോയി. ലേലത്തിൽ ഈ കൂപ്പ്
ബോട്ടുകാരൻ കുര്യാക്കോസിന് ഉറപ്പിക്കണം. മിസ്റ്റർ തരകൻ, അത് നിങ്ങൾ സ്വയം അങ്ങ് നിശ്ചയിച്ചാൽ മതിയോ? 1,00,000 രൂപ ഞാൻ നിങ്ങൾക്ക് വീതിച്ചു തരും. 10,000 രൂപ ഓരോരുത്തർക്കും വീതം. എനിക്കാരുടെയും ധർമ്മക്കാശ് വേണ്ട. നീ കാശുകാരനാണെന്ന് എനിക്കറിയാം. എന്നാലും കൃഷ്ണൻകുട്ടി, ഈ തരം പൊതുപ്രശ്നത്തിൽ നമ്മൾ അന്യോന്യം സഹകരിക്കണ്ടേ? പൊതുപ്രശ്നം മിസ്റ്റർ തരകൻ, ആ വേലയെല്ലാം കയ്യിലിരിക്കട്ടെ. അതിന് എന്നെ കിട്ടില്ല. അപ്പോൾ കൃഷ്ണൻകുട്ടി ഈ ലേലത്തിൽ മത്സരിക്കാൻ തന്നെ ഉറച്ചോ? സർക്കാർ ലേലത്തിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ സമ്മതം ആവശ്യമില്ലല്ലോ. ഞാൻ മത്സരിക്കും. ആ, കാണാം. ഓ, കാണാം. സാർ, എന്റെ അപ്പൻ പറഞ്ഞ കേൾക്കാതെ പോകണോ? തന്റെ അപ്പം പറയുന്നത് എല്ലാവരും കേൾക്കണമെന്നുണ്ടോ? കേൾക്കണം. ഇല്ലെങ്കിൽ ആര് പിടിച്ചു? കൊല്ലത്തുകാരൻ കുര്യാക്കോസ് മുതലാളിയെ പിടിച്ചത്. എന്റെ മുതലാളിയുടെ വലിയ കൂട്ടുകാരന്. മുതലാളി വിചാരിച്ചുകൊണ്ടാ ഇത്ര ചുളുവിനടിച്ചത്. ആ, മുതലാളി വരുന്നു. എന്റെ കാര്യം. ആ, ശരി. കൃഷ്ണൻകുട്ടി ആരെങ്കിലും പറഞ്ഞയക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ കണ്ടില്ല. ചുരുങ്ങിയത് 15 ലക്ഷം രൂപയെങ്കിലും ഈ കൂപ്പിൽ നിങ്ങൾക്ക് ലാഭം. തരകന്റെ കമ്മീഷൻ ചോദിക്കുകയാണ്. ചോദിക്കും, പക്ഷെ ഇവിടെ വെച്ചല്ല, വീട്ടിൽ വെച്ച്. വരണം. ഇതെന്റെ മകൻ സണ്ണി. ഹലോ. ഒന്നുമില്ല, എന്റെ കൂടെ ബിസിനസ്സിലാണ്. ഓഹോ, വരൂ. ഇരിക്കൂ. ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ? കമ്മീഷൻ അത് ഇവന് വേണ്ടിയാണ്. തരകൻ പെണ്ണ് ചോദിക്കുകയാണ്. നമ്മുടെ റോസലിനെ തരകന്റെ മോന് കെട്ടിച്ചു കൊടുക്കുമോ എന്ന്. അതെ. മീൻപിടുത്തം അരയന്മാരുടെ തൊഴിലാണ്. അത് ഞങ്ങളോട് ചെയ്യാൻ പറയുന്നത് ക്ഷണിച്ചു വരുത്തി അവമാനിക്കലല്ലേ? എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എങ്കിൽ പറ, സമ്മതമാണോ? എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നിന്റെ സമ്മതമാണ് അറിയേണ്ടത്. സമ്മതിച്ചിരിക്കുന്നു. വാക്ക്. വാക്ക്.